പെണ്ണി കയറടാ. അല്പം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് മാർച്ചുണ്ടായിരുന്നു. ആ മാർച്ചിലും ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ ഒരു ഭാഗത്തായി കാണുന്നത്. മറ്റൊരിടത്ത് കൊച്ചിയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അല്പം മുമ്പാണ് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. കൊച്ചിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസിന് നേരെ കല്ലേറ്, അങ്ങനെ ഒരു സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് അല്പം മുൻപ് കൊച്ചി പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് രണ്ടാം തവണയാണ് കൊച്ചിയിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. എന്നിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലുണ്ടായിരുന്നു. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് നേരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തുടരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ഇതുവരെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ഇതിൽ പോലീസ് ഇടപെടൽ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ആദിത്യൻ ഓമനക്കുട്ടനും അതുപോലെ ശ്യാംപ്രസാദ് ഉത്തമനുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള മാർച്ച്. അല്പം മുമ്പ് പാലക്കാട് നടന്ന മാർച്ചിൽ ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ കൊച്ചിയിലും സമാനമായ രീതിയിലുള്ള ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതുവരെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് നേരെ പോലീസ് ജലപീരങ്കി ഒന്നിലധികം തവണ പ്രയോഗിക്കുകയുണ്ടായി. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ ചില പ്രവർത്തകർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആംബുലൻസ് അവിടേക്ക് വന്നിട്ടുണ്ട്. ഈ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം.